നല്ല ഫിലിമായിരുന്നു. കാരണം ത്രൂ ഔട്ട് നമുക്ക് ഭയങ്കര കോമഡി ഉള്ള ഒരു ഫിലിമായിരുന്നു. പിന്നെ എല്ലാവർക്കും കണ്ടുവരുന്ന സബ്ജക്റ്റ് തന്നെയാണ്, പക്ഷെ വ്യത്യസ്തമായിട്ടാണ് എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ചിരിക്കാനുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അവരുടെ എല്ലാവരും ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ബോറടിക്കില്ല. ഫാമിലീസ് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. അടിപൊളി, എല്ലാരും പോയി കാണണം. നല്ലൊരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഇതുപോലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ. സൈജു ചേട്ടൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മളെയൊക്കെ ഭാഗമാക്കി ഇത് റിലീസായി. നല്ല രസമുള്ളൊരു സിനിമ. ഞാനും ഇപ്പോഴാണ് കാണുന്ന സിനിമ ഫുള്ളായിട്ട്. നമ്മളും ഡബ് ചെയ്തപ്പോൾ കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ, ഇപ്പോഴാണ് ഫുള്ളായിട്ട് കാണുന്നത്. നല്ല രസമുള്ളൊരു സിനിമയാണ്. എല്ലാവർക്കും എന്താ പറയുക, കുഞ്ഞു കുട്ടികളെ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കോമഡി പടം. ഒരുപാട് ചിരിക്കാനുണ്ട്. ശരിക്കും ഞങ്ങളും കഥയൊക്കെ അറിയാമെങ്കിലും കുറേ ചിരിച്ചു. വെറുതെ ഇങ്ങനെ പറയുന്നതല്ല നല്ല സിനിമ നല്ല സിനിമ. ഞാനിങ്ങനെ പറഞ്ഞാലും ഇഷ്ടപ്പെടുന്നവർ കണ്ടിട്ടല്ലേ അഭിപ്രായം പറയണ്ടേ. പക്ഷെ ഒരു പ്രേക്ഷക എന്ന നിലയിൽ പോലും ഞാൻ പറയുന്നത് നല്ലൊരു സിനിമയാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റും. ആരും കണ്ടിട്ട് അയ്യേ അങ്ങനെയോ അല്ലെങ്കിൽ കൊള്ളൂല അങ്ങനത്തെ ഒരു പരിപാടി പറയില്ല. എന്തായാലും നല്ലൊരു ഫാമിലി സിനിമയാണ്. എല്ലാവരും വന്ന് കാണാം. സായി കുമാർ സാറും കലാരഞ്ജന ചേച്ചിയും ഒക്കെ ഒരു 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊന്നും ചേച്ചി ഒരു പടം ചൂസ് ചെയ്യുന്നത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ കോമ്പിനേഷൻ, ഞങ്ങൾ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ചേക്കുന്നവർ നല്ല രസമുണ്ട് ആ കോമ്പിനേഷനും. ശ്രീജ ചേച്ചി, നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് ശ്രീജ ചേച്ചി നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും, നമ്മുടെ സൈജു ചേട്ടൻ, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണുക. താങ്ക് യു. അത് ഒരു കോമഡി, ഒരു ഫീൽ ഗുഡ് ഫാമിലി ആണ് അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ പടത്തില് കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കുണ്ട്. അതായത് പതുക്കെ തുടങ്ങുന്ന ഒരു പടം. ആ തുടക്കം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ലാഗ് അങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഒരു തരത്തിലും ലാഗ് തോന്നിയില്ല. പിന്നെ പടത്തിന്റെ ഇന്റർവെല്ലിൽ തുടങ്ങി അങ്ങോട്ട് കോമഡിയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും. അതായത് സൈജു കുറുപ്പൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സ്ഥിരം കഥാപാത്രങ്ങൾ പോലെ തന്നെയാണെങ്കിലും യാതൊരു തരത്തിലുള്ള ഒരു മടുപ്പ് തോന്നിയില്ല. പിന്നെ എടുത്തു പറയേണ്ടത് അഭിനയിച്ച എല്ലാവരും പെർഫോമൻസ് നല്ല കിട്ടുന്നായിരുന്നു. ഇതിൽ ട്വിൻസായിട്ട് 2 പേര് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വൺ ടൈം വാച്ചുകളായിട്ട് ഒരു ഫാമിലിക്കൊക്കെ കയറാവുന്ന ഒരു പടമാണ്.